നമസ്കാരം. ഭരണഘടനയുടെ 4-ാം തൂണിന് നെഞ്ചുറപ്പ് തിരികെ കിട്ടിയോ എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു പ്രസ്താവനയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ റാമിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിനെ പ്രതിചേർത്ത് പുറത്തുവന്ന ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളുടെ വെളിച്ചത്തിലാണ് എൻ റാം സ്ഫോടനാത്മകമായ പ്രസ്താവന നടത്തിയത്. അദാനി ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നതിൽ താൽപര്യ വൈരുദ്ധ്യം ആരോപിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ബുച്ചിനെ പുറത്താക്കണമെന്ന് ദി ഹിന്ദു ഗ്രൂപ്പ് പബ്ലിഷിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ എൻ റാം ആവശ്യപ്പെട്ടു. അവർ ചെയ്തതും അതിനെ ചൊല്ലി ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതും അംഗീകരിക്കാനാവില്ലെന്നും റാം പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് സംഘടിപ്പിച്ച ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനി ഗ്രൂപ്പും സെബിയും സ്വതന്ത്ര അന്വേഷണത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഹിൻഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച സമഗ്രമായ റിപ്പോർട്ട് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് മികച്ച മാതൃകയാണെന്ന് റാം പറഞ്ഞു. ഏത് സാമ്പത്തിക കുംഭകോണത്തിലും മൂടിവെക്കൽ സ്വാഭാവികമാണ്. അത് കാര്യക്ഷമമായാണോ അതോ മര്യാദയോടെയാണോ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. എന്നാൽ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നും റാം വ്യക്തമാക്കി. ആരാണ് സെബിയുടെ അംഗങ്ങളെയും ചെയർപേഴ്സണെയും നിയമിച്ചത്? സുപ്രീം കോടതിയുടെ ഉദ്ദേശങ്ങളെ താൻ ചോദ്യം ചെയ്യുന്നില്ലെന്ന് അടിവരയിട്ട എൻ റാം സുപ്രീം കോടതി കേസ് ആഴത്തിൽ പരിശോധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയെ നമ്മൾ അഭിനന്ദിക്കണം. എന്നാൽ തുല്യ പ്രാധാന്യമുള്ള ഈ കേസിൽ കോടതി പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് സെബിയുടെ ഉറപ്പുകൾ സുപ്രീം കോടതി അംഗീകരിക്കുകയും അതിന്റെ ഫലത്തെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. സംഭവത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ റാം 3 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സെബി ചെയർപേഴ്സണോ അംഗങ്ങളോ നടത്തിയ നിക്ഷേപങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണോ? അവർ തന്റെ നിക്ഷേപം വെളിപ്പെടുത്തിയിരുന്നോ? അദാനി കേസിലെ അന്വേഷണത്തിൽ സെബി ചെയർപേഴ്സൺ സ്വയം ഒഴിഞ്ഞുമാറിയോ എന്നീ 3 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അദാനി ഗ്രൂപ്പുമായി ഉണ്ടാക്കിയ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ വെങ്കടേഷ് ആത്രേയ അദാനി ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് വൈബ്രന്റ് ഗുജറാത്ത് നടന്നതെന്ന് ചൂണ്ടിക്കാട്ടി. പ്രശ്നം അദാനിയുടെയോ സെബി ചെയർപേഴ്സന്റെയോ മാത്രമല്ല, ഇന്ത്യൻ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളാണെന്നും വെങ്കടേഷ് ആത്രേയ പറഞ്ഞു. അതേസമയം സെബി ചെയർപേഴ്സണെ ഉടൻ പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതായി AICC വക്താവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞു. ഈ വിഷയം അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിയെ നിയമിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2 ഘട്ടങ്ങളിലായി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അതിന്റെ പേരിൽ വിശദീകരണം നൽകാതെ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച്. അവരെ വലിച്ചു താഴെയിടാൻ എൻ റാമിന്റെ പ്രസ്താവനയ്ക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം.